നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണക്കടുത്ത് മണ്ണാർമലയിൽ വീണ്ടും പുലി ഇറങ്ങിയത് നാട്ടുകാരിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. റോഡ് മുറിച്ചു കിടക്കുന്ന പുലിയുടെ ദൃശ്യം നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞു. ബസ്സിൽ കുഴഞ്ഞു വീണ ബാലികയെ അതിവേഗത്തിൽ നിലമ്പൂർ ജില്ലാശുപത്രിയിൽ എത്തിച്ച് സഹോദരങ്ങളായ ബസ് ജീവനക്കാർ. കാളികാവ് നിലമ്പൂർ റൂട്ടിലോടുന്ന വിഷ്ണു എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരും സഹോദരങ്ങളുമായ ഡ്രൈവർ അനീഷ്, കണ്ടക്ടർ അജീഷ് എന്നിവരാണ് ബസ് നിലമ്പൂർ ജില്ലാശുപത്രിയിലേക്ക് എത്തിച്ച് ബാലികയുടെ ജീവൻ രക്ഷിച്ചത്. ഉമ്മൻചാണ്ടി കൊണ്ടുവന്നതാണ് വിഴിഞ്ഞം പദ്ധതി എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. ഇപ്പോൾ കേരളത്തിൽ ഇരിക്കുന്നവർ പിതൃത്വം ഏറ്റെടുക്കുന്നു എന്നും പി കെ കുഞ്ഞാലിക്കുട്ടി. കേരളം ഒരു മനസ്സോടെ ലഹരി വ്യാപനത്തിനെതിരെയുള്ള സർവ്വവ്യാപകമായ പ്രതിഷേധവും എതിർപ്രചാരണവും നടത്തുന്ന സാഹചര്യത്തിൽ ജനവികാരം മാനിച്ച് ലഹരി വ്യാപനവും അത് മുഖേനയുള്ള അരാജകത്വവും തടയാൻ ലഹരി വ്യാപനത്തിന്റെ പ്രഭവ കേന്ദ്രം കണ്ടെത്തി ഇല്ലായ്മ ചെയ്യാൻ സർക്കാർ ആർജവം കാണിക്കണമെന്ന് AP അനിൽകുമാർ MLA. കോവിഡ് രോഗബാധിതയ്ക്ക് ഇൻഷുറൻസ് തുക തടഞ്ഞ സംഭവത്തിൽ 2.5 ലക്ഷം രൂപയും കോടതി ചെലവും നൽകണമെന്ന് ഉപഭോക്തൃ കമ്മീഷൻ ഉത്തരവിട്ടു. വാർത്തകൾ വിശദമായി. പെരിന്തൽമണ്ണയ്ക്കടുത്ത് മണ്ണാർമലയിൽ വീണ്ടും പുലി ഇറങ്ങിയത് നാട്ടുകാരിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. റോഡ് മുറിച്ചു കിടക്കുന്ന പുലിയുടെ ദൃശ്യം നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞു. ഒരു മാസം മുൻപും ഇതേ പ്രദേശത്ത് പുലിയെ കണ്ടിരുന്നുവെങ്കിലും വനം വകുപ്പ് ഇത് സ്ഥിരീകരിച്ചിരുന്നില്ല. മുൻപ് പുലിയെ കണ്ടതിനെ തുടർന്ന് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചുവെങ്കിലും പുലിയെ പിടികൂടുവാൻ സാധിച്ചില്ല. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കൂടെടുത്ത് മാറ്റുകയും ചെയ്തു. ഇതോടെ നിസ്സഹായരായ നാട്ടുകാർ സ്വന്തം ചിലവിലാണ് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചത്. ഈ ക്യാമറയിലാണ് ഇപ്പോൾ പുലിയുടെ ദൃശ്യം പതിഞ്ഞിരിക്കുന്നത്. പുലിയെ എത്രയും പെട്ടെന്ന് പിടികൂടി ജനങ്ങളുടെ ഭീതി അകറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മണ്ണാർമലയിലെ പുലിഭീതി നിരന്തരമായിട്ട് ഉന്നയിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് പുലിയെ നിരീക്ഷണ ക്യാമറ വെച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഞങ്ങൾ കാണിച്ചതുമാണ്. ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് അതിന് ശേഷവും ഇവിടെ സഞ്ചരിക്കുന്ന വഴിയാത്രക്കാർ പുലിയെ കണ്ടതായിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മെയ് 2025 1-ാം തീയതി രാത്രി 11:45 വ്യാഴാഴ്ച രാത്രി 11:45 വീണ്ടും അതേ സ്ഥലത്ത് തന്നെ പുലിയെ കണ്ടിട്ടുണ്ട്. അത് ഞങ്ങൾ ഇതേപോലെ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് വീണ്ടും പുലിയെ ഈ ഒരു സ്ഥലത്ത് തന്നെ കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഒരു മാസം മുൻപാണ് ഇതേ രീതിയിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരോട് ഇവർ അറിയിക്കുകയും അവർ കെണി സ്ഥാപിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ ഒരു സമയത്താണ് മലപ്പുറത്ത് തൃക്കലങ്ങോട് എന്ന പ്രദേശത്ത് പുലിയെ പിടിച്ചത്. അപ്പൊ അത് അന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ഇതേ പുലിയാണ് അവിടെ പിടിക്കപ്പെട്ടിട്ടുള്ളത് എന്നായിരുന്നു. അപ്പൊ അതിനുശേഷവും യാത്രക്കാർ ഇതേ രീതിയിൽ 2-3 പ്രാവശ്യങ്ങളായിട്ട് പുലിയെ വീണ്ടും കണ്ടിരുന്നു. അതിനുശേഷം ഞങ്ങൾ ആഴ്ചത്തോളമായിട്ട് നിരന്തരമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് ഇന്ന് ക്യാമറയിൽ ആ ഒരു പുലിയെ വീണ്ടും പതിഞ്ഞിട്ടുണ്ട്. നിരന്തരമായിട്ട് നമ്മൾ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ഇതിനെ എങ്ങനെയെങ്കിലും പിടിക്കണമെന്നുള്ളത്. ഞങ്ങൾ പല രീതിയിലും ഇപ്പോൾ നമ്മളൊരു സാധാരണ രീതിയിൽ ഒരു കെണി മാത്രം സ്ഥാപിച്ചത് കൊണ്ട് ഇവിടുത്തെ പുലിയെ പിടിക്കാൻ സാധ്യമല്ല. വണ്ടിക്കാർക്ക് അത്രയേറെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു പുലി പാസ് ചെയ്യുന്നത്. 100 കണക്കിന് വാഹനങ്ങൾ പോകുന്ന സ്ഥലത്തുകൂടിയാണ് ഈ ഒരു പുലി നിരന്തരമായിട്ട് രാത്രികളിൽ സഞ്ചരിക്കുന്നത്. ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്ന് പഞ്ചായത്ത് അംഗം ഹൈദർ തോരപ്പയും അഭ്യർത്ഥിച്ചു. പലതവണ പുലിയെ കണ്ടതായി നാട്ടുകാർ അറിയിച്ചിട്ടും വനം വകുപ്പ് ഇത് നിഷേധിച്ചത് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വനം വകുപ്പ് അടിയന്തരമായ നടപടി സ്വീകരിക്കണം എന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. ബസ്സിൽ കുഴഞ്ഞു വീണ ബാലികയെ അതിവേഗത്തിൽ നിലമ്പൂർ ജില്ലാശുപത്രിയിൽ എത്തിച്ച് സഹോദരങ്ങളായ ബസ് ജീവനക്കാർ.
കാളികാവ് നിലമ്പൂർ റൂട്ടിലോടുന്ന വിഷ്ണു എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരും സഹോദരങ്ങളുമായ ഡ്രൈവർ അനീഷ്, കണ്ടക്ടർ അജീഷ് എന്നിവരാണ് ബസ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ച് ബാലികയുടെ ജീവൻ രക്ഷിച്ചത്. ബസ് ഉടമയായ വിനീതും ഈ സമയത്ത് ബസ്സിലുണ്ടായിരുന്നു. ബസ് കണ്ടക്ടറായ അജീഷ് പറയുന്നത് ഇങ്ങനെ: രാവിലെ 10:30 ഒറ്റപ്പാലത്ത് നിന്നും ട്രെയിനിലെത്തിയ ഇവർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ചന്തക്കുന്നിലേക്ക് പോകുന്നതിനായി തങ്ങളുടെ ബസ്സിൽ കയറി. എന്നാൽ പെട്ടെന്ന് തല കറങ്ങുന്നതായി പറഞ്ഞ ബാലിക കുഴഞ്ഞു വീഴുകയായിരുന്നു. കുട്ടിക്ക് ശ്വാസതടസ്സവും നേരിട്ടു. ബാലികയ്ക്കൊപ്പം മാതാവും അനുജത്തിയും ഉണ്ടായിരുന്നു. പിന്നീട് ഒന്നും ആലോചിച്ചില്ലെന്നും കുട്ടിയുടെ ജീവൻ രക്ഷിക്കുക എന്ന ചിന്തയാണ് ഉണ്ടായത്. ബസ് ലൈറ്റിട്ട് ജില്ലാ ആശുപത്രിയിലേക്ക് കുതിക്കുകയായിരുന്നു. യാത്രക്കാരും പൂർണ്ണമായി ഒപ്പം നിന്നു. പലരും ബസ് കാളികാവിലേക്ക് തിരികെ പോകുമ്പോഴാണ് തങ്ങളുടെ സ്റ്റോപ്പുകളിൽ ഇറങ്ങിയത്. ഹോൺ അടിച്ച് അതിവേഗത്തിൽ ബസ് ജില്ലാ ആശുപത്രി മുറ്റത്തേക്ക് എത്തിച്ചു. പെട്ടെന്ന് തന്നെ ബസ് ജീവനക്കാരും ആശുപത്രി ജീവനക്കാരും ചേർന്ന് ഡോക്ടറുടെ അടുത്തെത്തിച്ചു. മാത്രമല്ല, ബസ് ഉടമ വിനീത് ആശുപത്രിയിൽ കുട്ടിക്കൊപ്പം നിന്നു. യഥാസമയം കുട്ടിക്ക് ചികിത്സ നൽകുവാൻ കഴിഞ്ഞതോടെ കുട്ടി ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. കുട്ടിക്ക് ശ്വാസതടസ്സം കൂടി കണ്ടതോടെയാണ് ബസ് ആശുപത്രിയിലേക്ക് പെട്ടെന്ന് എത്തിക്കുവാൻ തീരുമാനിച്ചതെന്നും അജീഷ് പറഞ്ഞു. നിലമ്പൂർ വരുന്ന ബസ് പൂക്കുട്ടമ്പാടം നിലമ്പൂരിൽ നിന്ന് പോരുമ്പോഴാണ് റെയിൽവേ അങ്ങനെ ടിക്കറ്റ് കയറി. ആ ടിക്കറ്റിൽ പെട്ട ഒരു കുട്ടിക്കാണ് വണ്ടിയിൽ നിന്ന് പെട്ടെന്ന് അസുഖവും തലമിന്നി വീണു. പിന്നെ കുട്ടിക്ക് ശ്വാസം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ നിലമ്പൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വണ്ടിയിൽ ഇങ്ങനെ ബസ് എത്തിച്ചത്. ചന്തക്കുന്ന് ലൈറ്റ് ഓണൊക്കെ അടിച്ചു കണ്ട് ചന്തക്കുന്നാണ് പിന്നെ അങ്ങനെ നിലമ്പൂർ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. ട്രിപ്പും കാര്യങ്ങളല്ലല്ലോ അതിന്റെ കാര്യങ്ങൾ. അപ്പൊ പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ പാസിംഗ് ആണ്. ആ സമയം 11 മണിക്ക് സ്റ്റാൻഡിൽ പോകണം. ടൈം ഉണ്ടാവില്ല. ആ കാര്യത്തിൽ മലയാളിമാർക്കും പ്രശ്നം കാര്യങ്ങളൊന്നും പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല. ഓണർ ഉണ്ടായിരുന്നു വണ്ടിയിൽ. ഓണറോട് പറഞ്ഞു ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ എന്താ വെച്ചാൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കൊണ്ടു എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നത്. ബസ് ജീവനക്കാരായ സഹോദരങ്ങളുടെ അവസരോചിത ഇടപെടലിനെ നാട് ഒരേ മനസ്സോടെ അഭിനന്ദിക്കുകയാണ്. ബസ് ജീവനക്കാരോട് ഏറെ നന്ദിയുണ്ടെന്ന് കുട്ടിയുടെ മാതാവ് പറഞ്ഞു. ഒറ്റപ്പാലത്തെ വീട്ടിൽ പോയ ശേഷം വഴിക്കടവിലെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നുവെന്നും ഇവർ പറഞ്ഞു. ചന്തക്കുന്നിൽ ഇറങ്ങുന്നതിനാണ് ഈ ബസ്സിൽ കയറിയത്. ഉമ്മൻചാണ്ടി കൊണ്ടുവന്നതാണ് വിഴിഞ്ഞം പദ്ധതിയെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി. ഇപ്പോൾ കേരളത്തിൽ ഇരിക്കുന്നവർ പിതൃത്വം ഏറ്റെടുക്കുന്നു എന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു. സാധനം കൊണ്ടുവന്നത് പിന്നെ ഉമ്മൻചാണ്ടിയാണ്. ഭരണത്തിലിരിക്കുന്നവർ അവരുടെ നാട്ടിൽ നടക്കുന്നതൊക്കെ അവരുടെ നേട്ടമായി അവതരിപ്പിക്കുകയല്ലേ. ഇപ്പോൾ പോർട്ട് കണ്ടില്ലേ, ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന സാധനമാണത്. അപ്പോൾ അതിനെപ്പറ്റി ഉദ്ഘാടനം നാളെ നടക്കുകയാണ്. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിയൊക്കെ അത് നമ്മുടെ പ്രകൃതി നിയമമാണല്ലോ. അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഫോട്ടോ ആരുടെങ്കിലും വെച്ചോട്ടെ, ഒരു ദിവസം നോക്കി എല്ലാവരും ഒഴിവാക്കിക്കോളും. ജനങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞ ഒരു ഫോട്ടോ ഉണ്ട് വിഴിഞ്ഞം പിന്നെ ഹാർബറിൻ്റെ. അത് ഒരു വേണ്ടാത്ത സംഗതിയാണെന്ന് പ്രഖ്യാപിച്ച് അതിനെതിരായി ഉമ്മൻചാണ്ടിനെ അഴിമതിയിൽ അങ്ങോട്ട് മുക്കിയെടുക്കാൻ നോക്കിയിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ വിഴിഞ്ഞം ഹാർബർ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമുണ്ട്. ഞാനതിന് ദുഃസാക്ഷിയാണ് അന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫോട്ടോ ജനങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ വേറെ ഫോട്ടോ ചെയ്യലും കുഴപ്പമൊന്നുമില്ല. ജാതി സെൻസസ് ഇന്ത്യ മുന്നണിയുടെ ഡിമാൻഡായിരുന്നു എന്നും ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഗത്യന്തരമില്ലാതെയാണ് ഇപ്പോൾ കേന്ദ്രം അത് നടപ്പിലാക്കുവാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ജാതി സെൻസസ് നേരത്തെ ഇന്ത്യ മുന്നണിയുടെ ഡിമാൻഡാണ്. ഇപ്പോൾ ഗത്യന്തരമില്ലാതെ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചതാണ്. ബീഹാർ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ, എല്ലാം തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണല്ലോ പ്രഖ്യാപനങ്ങൾ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വലിയ വലിയ പ്രഖ്യാപനങ്ങൾ, ഇത് പ്രഖ്യാപനമായി അവശേഷിക്കരുത്. സമയബന്ധിതമായി നടത്താനുള്ള പദ്ധതികൾ തയ്യാറാക്കണം. കേരളത്തിലെ മതരാഷ്ട്രീയ സാംസ്കാരിക സന്നദ്ധ സംഘടനകൾ ഒരു മനസ്സോടെ ലഹരി വ്യാപനത്തിനെതിരെയുള്ള സർവ്വവ്യാപകമായ പ്രതിഷേധവും എതിർപ്രചാരണവും നടത്തുന്ന സാഹചര്യത്തിൽ ജനവികാരം മാനിച്ച് ലഹരി വ്യാപനവും അതുമുഖേനയുള്ള അരാജകത്വവും തടയാൻ ലഹരി വ്യാപനത്തിന്റെ പ്രഭവ കേന്ദ്രം കണ്ടെത്തി ഇല്ലായ്മ ചെയ്യാൻ സർക്കാർ ആർജവം കാണിക്കണമെന്ന് AICC നിരീക്ഷകൻ AP അനിൽകുമാർ MLA. ലഹരി നിർമ്മാർജ്ജന സമിതി ലഹരിക്കെതിരെ പടയൊരുക്കം ക്യാമ്പയിന്റെ സംസ്ഥാനതല സമാപനത്തോടനുബന്ധിച്ച് മലപ്പുറത്ത് നടന്ന മഹാറാലി ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി വ്യാപനം തടയുന്നതിന് സർക്കാർ എടുക്കുന്ന എല്ലാ നടപടികൾക്കും പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യം അസംബ്ലിയിൽ തന്നെ വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. LNS ഈ രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനവും
സ്തുത്യർഹമായ സേവനവുമാണ് ചെയ്യുന്നതെന്നും ജനങ്ങളൊപ്പമുണ്ടെന്നതിന്റെ തെളിവാണ് ഈ മഹാറാലിയുടെ വിജയമെന്നും അനിൽകുമാർ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് OK കുഞ്ഞിക്കോമു മാസ്റ്റർ, ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ ജിഫ്രി തങ്ങൾ എന്നിവർക്ക് പതാക കൈമാറി റാലി അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. സംഘാടക സമിതി ചെയർപേഴ്സൺ സക്കീന പുൽപ്പാടൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ PP അലവിക്കുട്ടി, സീനിയർ വൈസ് പ്രസിഡന്റ് K ഇമ്പിച്ചി മമ്മു ഹാജി, ട്രഷറർ MK ലത്തീഫ് ആലുവ, വൈസ് പ്രസിഡന്റുമാരായ മജീദ് ഹാജി വടകര, V മധുസൂദനൻ, പരീദ് കരേക്കാട്, ഓർഗനൈസിംഗ് സെക്രട്ടറി CM യൂസുഫ്, സെക്രട്ടറിമാരായ മജീദ് അമ്പലക്കണ്ടി, ജമാലുദ്ദീൻ പാലക്കാട്, ഷാജു തോപ്പിൽ, കാളാക്കൽ മുഹമ്മദ് അലി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാരാട്ട് അബ്ദുറഹ്മാൻ, CKM ബാപ്പു ഹാജി, AM അബൂബക്കർ എടവണ്ണ, ഷാനവാസ് തുറക്കൽ, KT ജലീൽ മണ്ണാർക്കാട്, ഷുക്കൂർ പത്തനംതിട്ട, ഹമീദ് പട്ടിക്കാട്, A അബ്ദുള്ള കോയ തങ്ങൾ, AP ഉത്തമൻ, വനിതാ വിംഗ് നേതാക്കളായ CH ആസിയ ടീച്ചർ, MB ഷെരീഫ ടീച്ചർ, ശ്രീദേവി പ്രാക്കുന്ന്, ഡോക്ടർ സലീന എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. സമാപന സമ്മേളനം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ AK ജയരാജ് ഉദ്ഘാടനം ചെയ്തു. അഷ്റഫ് മുന്ന പെരിന്തൽമണ്ണയുടെ ഏകാംഗ നാടകം പരിപാടിക്ക് മാറ്റുകൂട്ടി. കോവിഡ് രോഗബാധിതയ്ക്ക് ഇൻഷുറൻസ് തുക തടഞ്ഞ സംഭവത്തിൽ 2.5 ലക്ഷം രൂപയും കോടതി ചെലവും നൽകണമെന്ന് ഉപഭോക്തൃ കമ്മീഷൻ ഉത്തരവിട്ടു. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ 108 ആംബുലൻസിൽ നഴ്സായിരുന്ന ഇല്ലിക്കൽ പുറക്കാടി സ്വദേശിനിയുടെ പരാതിയെ തുടർന്നാണ് കമ്മീഷൻ ഉത്തരവിട്ടത്. ഇല്ലിക്കൽ പുറക്കാട് സ്വദേശി ജോസ്ന മാത്യു ജോലിയിലിരിക്കെ കോവിഡ് ബാധിച്ച് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്നു. ഡിസ്ചാർജ് ചെയ്ത ശേഷം 15 ദിവസം മുട്ടിപ്പാലത്തുള്ള കോവിഡ് സെന്ററിൽ ക്വാറന്റൈനിലുമായിരുന്നു. തുടർന്ന് കൊറോണ രക്ഷക് പോളിസി പ്രകാരം ഇൻഷുറൻസ് സംഖ്യയായ 2.5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെങ്കിലും ഇൻഷുറൻസ് കമ്പനി അനുവദിച്ചില്ല. തുടർന്നാണ് ഉപഭോക്തൃ കമ്മീഷനിൽ പരാതി നൽകിയത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുള്ള മാർഗനിർദ്ദേശപ്രകാരം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ട സാഹചര്യം പരാതിക്കാരിക്ക് ഉണ്ടായിരുന്നില്ല എന്നും അതിനാൽ ഇൻഷുറൻസ് അനുവദിക്കില്ല എന്നുമാണ് കമ്പനി വാദിച്ചത്. എന്നാൽ നിസ്സാര കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇൻഷുറൻസ് നിഷേധിച്ച നടപടി ശരിയല്ലെന്നും ഇൻഷുറൻസ് തുകയായ 2.5 ലക്ഷവും കോടതി ചെലവായി 5000 രൂപയും 1 മാസത്തിനകം പരാതിക്കാരിക്ക് നൽകണമെന്നും കമ്മീഷൻ വിധിച്ചു. വീഴ്ച വന്നാൽ 9% പലിശയും വിധിയായ തീയതി മുതൽ നൽകേണ്ടി വരുമെന്ന് K മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ, CV മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ അംഗങ്ങളുമായ ഉപഭോക്തൃ കമ്മീഷന്റെ ഉത്തരവിൽ പറഞ്ഞു. ഇഫ്കോ ടോക്കിയോ ജനറൽ ഇൻഷുറൻസ് കമ്പനിക്കെതിരെയാണ് പരാതി നൽകിയത്. ജീവന്റെ തുടിപ്പിന് യുവതയുടെ ഹൃദയരക്തം 100 ദിവസം 1000 രക്തദാനങ്ങൾ എന്ന DYFI നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മെഗാ രക്തദാന ക്യാമ്പ് 6ാം ദിവസം. DYFI നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മെഗാ രക്തദാന ക്യാമ്പ് 6ാം ദിവസം നിലമ്പൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ബഷീർ രക്തം നൽകി ഉദ്ഘാടനം ചെയ്തു. ബന്ധപ്പെട്ട രോഗികൾക്ക് അത്യാവശ്യ നിലയിൽ അപകടത്തിൽപ്പെടുന്ന രോഗികൾക്കെല്ലാം സഹായമാകുന്നതിന് വേണ്ടി ഇതിനോടകം തന്നെ DYFIക്ക് സാധിച്ചിട്ടുണ്ട്. DYFIയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംസ്ഥാനത്തെ 3 പുരസ്കാരങ്ങൾ ഈ മേഖലയിൽ നിന്നും നേടാൻ ഇതിനുമുമ്പ് സാധിച്ചിട്ടുണ്ട്. ഇവിടെ DYFI നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റി ഒരു 100 ദിന കർമ്മ പരിപാടി എന്ന നിലക്കാണ് ഓരോ ദിവസവും 10 യൂണിറ്റ് ബ്ലഡ് ശേഖരിച്ചുകൊണ്ട് ഈ നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ ബ്ലഡ് ബാങ്കിന് ശക്തി പകരുന്ന രീതിയിലുള്ള വലിയൊരു ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികളെ, മുഴുവൻ സഖാക്കളെ അഭിനന്ദിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. പരിപാടിയിൽ അരുൺദാസ്, K റനീത്, P ദീപക്, സൽമാൻ, അഖിൽ P ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ ഭാഗമായി ചാലിയാർ പഞ്ചായത്തിൽ പാർട്ടി പ്രസിഡന്റ് സവാദ് മൂലേപ്പാടത്തിന്റെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി ബിന്ദു പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. പാർട്ടി ഏറനാട് മണ്ഡലം പ്രസിഡന്റ് മജീദ് ചാലിയാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. സമാപന സമ്മേളനം ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണൻ കുനിയിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മജീദ് ചാലിയാർ മുഖ്യപ്രഭാഷണം നടത്തി. ലത്തീഫ് ഒതായി, പ്രൊഫസർ അബ്ദുൽ നസീർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ജാഥ ക്യാപ്റ്റൻ സവാദ് മൂലേപ്പാടം അഭിവാദ്യ പ്രസംഗം നടത്തി. മുഹമ്മദ് അലി, യൂനുസ് എരഞ്ഞിമങ്ങാട്, KH കോയ,
ഡോക്ടർ അദീബ് സമാൻ, അബ്ല തസ്നീം, ലത്തീഫ് എൻ തുടങ്ങിയവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. സുഭാഷ് കബീർ വി അധ്യക്ഷത വഹിച്ചു. പി അബ്ദുൾ റസാഖ് സ്വാഗതവും ബിൻസി ലിയാസ് നന്ദിയും പറഞ്ഞു. മലയാളി യുവാവിനെ സംഘപരിവാർ ആൾക്കൂട്ടം തല്ലിക്കൊന്നതിൽ പ്രതിഷേധിച്ച് വണ്ടൂർ പഞ്ചായത്ത് SDPI കമ്മിറ്റി വണ്ടൂർ അങ്ങാടിയിൽ പ്രകടനം നടത്തി. മനുഷ്യത്വത്തിന് ഭീഷണിയായി പഞ്ചായത്ത് പ്രസിഡന്റ് PP മനാഫ്, സെക്രട്ടറി മുജീബ് PK, P ജുബൈർ വണ്ടൂർ, സഗീർ PK, K സജാദ് വാണിയമ്പലം എന്നിവർ പങ്കെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.